നേരെ നമ്മൾ പാലായിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, അവിടെ എങ്ങനെയാണ് മുന്നണികളുടെ പ്രചാരണമൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ടോബി ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൂടെയാണോ ഉള്ളത്? ഞാനിപ്പം ഉള്ളത് BJP NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ കൂട്ടത്തിലാണ്. ഷോൺ ജോർജിന്റെ ആദ്യത്തെ റോഡ് ഷോ ആണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വലിയൊരു റോഡ് ഷോയ്ക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പാലായുടെ നഗരമധ്യത്തിലൂടെ. നമുക്കറിയാവുന്നതുപോലെ ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാല മാറിയിരിക്കുന്നു. ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഒപ്പം ഷോൺ ജോർജും കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ത്രികോണ മത്സരത്തിന്റെ എല്ലാ ഒരു പ്രതീതിയും ഇവിടെയുണ്ട്. വലിയ ആവേശത്തിലാണ് NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ. ഷോൺ ജോർജിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ആദ്യത്തെ വലിയ ആത്മവിശ്വാസം ആണല്ലോ നമ്മുടെ ആത്മവിശ്വാസം. അത് എന്റെ കൂടെയാണ്. വികസനമാണ് അപ്പൊ BJPയും ഷോൺ ജോർജും NDAയും മുന്നോട്ട് വെക്കുന്നത്. വികസനം എന്ന് പറയുമ്പോൾ റോഡും പാലം മാത്രമല്ല, അതിനുപ്പുറത്ത് ഇവിടെ ഒരു തലമുറ തന്നെ പലായനം ചെയ്യുന്നു. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയണം. അതിന് മോദിജിയുടെ സഹായം വേണം. അതാണ് പാല ആഗ്രഹിക്കുന്നത്, ഒരു മാറ്റം. ആ മാറ്റം പാല ഈ പ്രാവശ്യം പാലയിലുണ്ടാവും. വലിയ ഭൂരിപക്ഷത്തിൽ NDA സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. ജോസ് കെ മാണി ഇത്തവണയും മത്സര രംഗത്തുണ്ട്. ഒരു പാർട്ടിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിനെതിരെയാണ്. ഇതൊന്നും പ്രശ്നമല്ല. പാലാച്ചിടത്തോളം അവർക്ക് വല്ല ഗുണമുണ്ടോ എന്നുള്ളതല്ലേ ചോദ്യമുള്ളൂ. അതിനകത്ത് പാർട്ടിയുടെ ചെയർമാനാണെങ്കിൽ പാർട്ടിക്ക് കൊള്ളാം. കഴിഞ്ഞ തവണ 5 വർഷം കൊണ്ട് മാണി സി കാപ്പൻ ഒന്നും ചെയ്തില്ലെന്നൊരു ആക്ഷേപം, എന്നാൽ മാണി സാർ ഇരുന്നപ്പോൾ ഒന്നും ചെയ്തില്ലെന്നൊരു ആക്ഷേപം. ഇത് രണ്ടിനും ഒരുമിച്ച് മറുപടി നൽകുകയാണ്. അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, അവർ ചെയ്തതിനെ കുറിച്ച് സങ്കടപ്പെടാൻ ഞാനില്ല. അവരവരുടെ കടമകൾ നിർവഹിച്ചില്ല എന്ന് പാലായിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് ഞാൻ പാലായോട് പറയുന്നു. അത് പാലായിക്ക് ബോധ്യമുണ്ട്. ഞാൻ എന്തു ചെയ്യുമെന്ന് പറയാതെ തന്നെ പാലായിൽ എനിക്ക് കിട്ടുന്ന പിന്തുണ ഇതാണ്. ഞാൻ എന്തു ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന പിന്തുണ ഇരട്ടിയാവും. ഞാൻ പറയുന്നത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. പാലായുടെ മണ്ണിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. അടുത്തടുത്ത മണ്ഡലങ്ങൾ ഇപ്പൊ A ക്ലാസ് മണ്ഡലമായി കാഞ്ഞിരപ്പള്ളി ഉണ്ടായിരുന്നു. പാലായും ഒരു A ക്ലാസ് മണ്ഡലമായി മാറുന്ന ഒരു സാഹചര്യമാണോ? പൂഞ്ഞാറിൽ പാല എന്ന A ക്ലാസ് ആയി. പാല A ക്ലാസ് ആയിട്ട് മാസങ്ങളായി. പാല എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ BJPയുടെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത്. ഈ കാണുന്ന കടല് നിങ്ങൾ കാണും, ഈ കാണുന്ന ജനങ്ങളെ നിങ്ങൾ കാണും. പാലാ നിയോജകമണ്ഡലത്തിൽ നിന്നല്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇത് മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകരാണ്, പാലാ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകരാണ്. അപ്പൊ ഇത്തവണ ഒരു എത്ര ഭൂരിപക്ഷം കിട്ടും? പലതവണയും ഈ കണക്കുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് കിട്ടുന്ന വോട്ടുകൾ, കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞതിന്റെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ആ വോട്ടുകളെല്ലാം കൃത്യമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരാക്ഷേപവും ഇനി പ്രസക്തിയില്ല. ഒരാക്ഷേപത്തിന് ഇനി പ്രസക്തിയില്ല. ഇവിടുത്തെ ഭൂരിപക്ഷം, BJPയുടെ ഭൂരിപക്ഷം 25,000-ൽ കുറയില്ല. എന്തായാലും അതാണ് BJPയുടെ ഭൂരിപക്ഷം 25,000-ൽ കുറയില്ലെന്നാ പറയുന്നത്. അത്രത്തോളം ആത്മവിശ്വാസമുണ്ട്. എന്തായാലും വലിയൊരു റോഡ് ഷോ ആണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ BJP അധ്യക്ഷൻ ഇവിടേക്ക് എത്തും. അതുപോലെ തന്നെ NDAയുടെ നേതാക്കൾ ഇവിടെ എത്തും. അങ്ങനെ വലിയൊരു പൊതുയോഗവും നടക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും എല്ലാം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പാല പിടിക്കുമെന്നുള്ള ഒരു ഇതിൽ ഷോൺ ജോർജിന്റെ റോഡ് ഷോ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.